ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ഒരു പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇന്ന് നമ്മൾ ട്രിപ്പ് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസം ട്രിപ്പിനാണ് കേട്ടോ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ തേക്കടി പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യും കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നമ്മൾ വാഗമണ്ണിൽ പോയിട്ട് അവിടെയും ഒരു സ്റ്റേ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകണ വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു സ്പോട്ട് കണ്ട് അപ്പോൾ അവിടെ നിർത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അരിപ്പത്തിരിയും ബീഫ് കറി ആയതുകൊണ്ട് അപ്പോൾ അവിടെ ഒരു പാർക്ക് പോലത്തെ സംഭവം ആയതുകൊണ്ട് പിന്നെ പിള്ളേരൊക്കെ അവിടെ പാർക്കിലൊക്കെ കളിച്ചിട്ടൊക്കെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ തേക്കടിയുള്ള റിസോർട്ട് എത്തിയിട്ട് അവിടെ ചെന്നിട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് നമ്മളൊന്ന് ഫ്രഷപ്പൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചും കഴിച്ച് നേരെ ഇറങ്ങിയത് പൂളിലേക്കാണ്ട്. ലഞ്ച് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പൂളിൽ ഇറങ്ങി കുറേ നേരം അവിടെ കിടന്ന് അർമാദിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നും കുറേ നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസോർട്ടിൽ പോവുക, അവിടെ സ്പെൻഡ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പോട്ട് ഉണ്ടെങ്കിൽ കാണാം. പക്ഷെ നമ്മൾ ഈ പോയ സ്ഥലങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് കാണാൻ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ എവിടെ പോകാനാണെന്ന് ഓർത്തിട്ട് നമ്മളിങ്ങനെ ട്രിപ്പ് പോകണതാണ് കേട്ടോ. എന്തെങ്കിലും നമുക്കൊരു ഈ ലൈഫിൽ നിന്നൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ട്രിപ്പ് പോകണമെന്നുള്ളൂ. അപ്പോൾ അതേ അവിടെ നമ്മൾ റിസോർട്ടിലെ ആലിപ്പനും ഈവും നമ്മുടെ ഖദീജയും കൂടെയുള്ള കുറച്ച് ഡാൻസ് നമുക്ക് കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ട്രാവലറിൽ കയറി നമ്മൾ പുറത്ത് പിന്നെ കുറേ ടൈം അലഞ്ഞ് നടന്നിട്ടോ. കാരണം അവിടെ എന്തോ ഉത്സവമൊക്കെ നടക്കുന്ന ടൈം ആയതുകൊണ്ട് എല്ലാ ഹോട്ടലും ഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നടന്ന് ലാസ്റ്റ് നമുക്കൊരു ഹോട്ടലിൽ കിട്ടി. അവിടെ ചെന്നിട്ട് നമ്മൾ നൂഡിൽസും ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്ത് എല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് അവിടെ നിന്ന് നമ്മൾ റിസോർട്ടിലേക്ക് തന്നെ പോയിട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ നേരെ പോണത് വാഗമണ്ണിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ തന്നെ നമുക്ക് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ബ്രെഡും ജാമും പിന്നെ എനിക്ക് ഇപ്പോഴും ഇഷ്ടം ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടോ, ബ്രെഡും ജാമൊക്കെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ നമ്മൾ വാഗമണ്ണിലേക്ക് വിട്ടിട്ടോ. അപ്പോൾ അതേ ട്രാവലറിൽ കയറിയിട്ടുണ്ടോ. വീണ്ടും നമ്മൾ വാഗമണ്ണിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അങ്ങനെ പോയി നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടോ. നമ്മൾ ചെറിയൊരു സാധാ ഒരു ഹോട്ടലിൽ കയറി നമ്മുടെ നല്ലൊരു ഊണായിരുന്നു കേട്ടോ. ഊണൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ നമ്മുടെ റിസോർട്ട് എത്തിയിട്ടോ. റിസോർട്ടിൻ്റെ അവിടുത്തെ ഒരു വ്യൂ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ബാക്കിലൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. നല്ലൊരു വലിയൊരു വില്ല പോലത്തെ സ്ഥലമുണ്ട്. കുറേ വില്ലാസാണ് അവിടെ നിറച്ചുള്ളത്. അങ്ങനെ അതിലൊരു വില്ലയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ നൈറ്റ് വ്യൂ ഒക്കെ നൈസായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറേ നേരം സ്പെൻഡൊക്കെ ചെയ്ത് കുറേ ഡാൻസും പാട്ടൊക്കെ വെച്ച് കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മിക്ക വീഡിയോസൊന്നും ഈ പ്രാവശ്യം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് വ്ളോഗ് എടുക്കുന്നതിനെക്കാട്ടി എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ രാത്രി നമ്മൾ ട്രാവലറിൽ കയറിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണേട്ടോ, ഡിന്നർ. അപ്പോൾ അവിടെ നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു കിലോമീറ്റർ പോയപ്പോൾ തന്നെ നല്ലൊരു ഹോട്ടൽ ഉണ്ടാകും കേട്ടോ. അവിടെ ചെന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അവിടെ ചെന്നിട്ട് നമ്മൾ മറ്റേ പൊറോട്ടയും നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചത് ഞാൻ. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും നമ്മൾ റിസോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റിസോർട്ടൊന്ന് ചുറ്റിക്കറങ്ങി നടക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ രാത്രി ആയപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അവിടെ നമ്മൾ കുറേ നടന്ന് പോയിട്ട് ലാസ്റ്റ് ആയപ്പോൾ അവിടെ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും അവസാനം ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ ക്യാമ്പ് ഫയർ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് വരെയും പോയിട്ട് തിരിച്ച് നേരെ നമ്മുടെ റൂമിലേക്ക് തന്നെ എത്തിയിട്ടോ. കണ്ടൊക്കെ ഓരോരോ വില്ലകളാണ് കേട്ടോ അവിടെ ഉള്ളത്. അതിലൊരു വില്ലയിൽ നമ്മൾ എടുത്തിട്ട് 4 ബെഡ്റൂം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് തന്നെ പൂളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വലിയൊരു എയ്റോപ്ലെയിൻ ഇല്ലേ, നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും നൈസായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഒരു വലിയൊരു പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ, പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്റ്റേ തന്നെയായിരുന്നു കേട്ടോ ഈ റിസോർട്ടിൽ ഉണ്ടായിരുന്നതും. 2 പൂളും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിറ്റേ ദിവസമായപ്പോൾ ഞാൻ പിള്ളേരെയൊക്കെയായിട്ടൊന്ന് പാർക്കിലേക്ക് വന്നിട്ടോ. അപ്പോൾ ആലിയുണ്ട് ഖദീജയുണ്ട്. അപ്പോൾ അവരായിട്ട് കുറച്ച് നേരം പാർക്കിൽ വന്ന് കളിച്ചതാണ് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ സ്ഥലം കണ്ടോ, അത് നൈസാണ് കേട്ടോ. ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെഡി ആയിട്ട് നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കണേ കേട്ടോ. പോകണ വഴിക്ക് നമ്മുടെ അവിടുത്തെ പൈൻ വാലിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആലിപ്പനിന് വേണമെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി തിരിച്ച് നമ്മുടെ കൊച്ചിയിലേക്കുള്ള റിട്ടേൺ. അപ്പോൾ തിരിച്ച് പോകണമെങ്കിൽ നമ്മൾ പാണ്ടിപ്പട മൂവിയും കൂടി പ്ലേ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.